നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് ചോദിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് സുരേഷ് ഗോപി വിശദീകരണം പറഞ്ഞു കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി എത്തിയാൽ ഒരുപക്ഷെ ആ മണ്ഡലത്തിലുള്ള സീനിയറായിട്ടുള്ള ആൾക്കാരെയൊക്കെ, മുതിർന്ന പൗരന്മാരെ, അവിടുത്തെ പ്രശസ്തരായ വ്യക്തികളെ, പലതരത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ആൾക്കാരെയൊക്കെ കാണുകയും അവരോട് അനുഗ്രഹം തേടുകയും ഒക്കെ ചെയ്യുന്ന പതിവ്, അതൊരു പതിവ് തന്നെയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, പല മണ്ഡലങ്ങളിലും ഇത് ചെയ്യുന്നുമുണ്ട്. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പോവുക, പള്ളിയിൽ പോവുക, പ്രധാനപ്പെട്ട ആൾക്കാരെ കാണുക, ഇതൊക്കെ സാധാരണക്കാർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉണ്ടായൊരു വലിയ വിവാദം, കലാമണ്ഡലം ഗോപി ആശാനോട് അവിടേക്ക് അനുഗ്രഹം തേടി ചെല്ലുന്നു എന്ന് ഏതോ ഒരു ഡോക്ടർക്ക് പേരില്ല, ആ ഡോക്ടർ പറഞ്ഞുവെന്നും തൻ്റെ അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടു. രഘു ഗുരുകൃപ എന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരാളാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. ഏതായാലും വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. ആരാണ് ഡോക്ടറെന്നോ ആരാണ് പറഞ്ഞതെന്നോ ഒന്നുമില്ലാതെ പത്മഭൂഷൺ കിട്ടുന്ന കാര്യം വരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. വീണ്ടും അത് കൃത്യമായി തന്നെ സുരേഷ് ഗോപി അവിടെ വലിയൊരു എതിരാളിയാണ് എന്ന് CPM അടക്കമുള്ളവർ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുമപ്പുറം കലാമണ്ഡലം ഗോപി ആശാനെ നമുക്കൊക്കെ അറിയാം. ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപ എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യമായി കേൾക്കുകയാണ്. ഇപ്പോൾ ഇത് ആരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് വ്യാസ കോളേജിലെ പഴയ SFI പ്രവർത്തകരാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സഖാവിന്റെ രോദനം മാത്രമാണ് ഇത് എന്നാണ്. സഖാവ് തന്നാലാവുന്നത് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ വലിയ കാര്യമില്ല എന്ന് സുരേഷ് ഗോപി അടക്കം വിശദീകരിച്ചു കഴിഞ്ഞു. താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല കലാമണ്ഡലം ഗോപി ആശാനോട് വോട്ട് ചോദിക്കാൻ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒരുപക്ഷെ സുരേഷ് ഗോപി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല സുരേഷ് ഗോപി പറയുന്നത് ശരിയാകും. അവിടെ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരെ ലിസ്റ്റ് ചെയ്യുക. ഓരോ മണ്ഡലത്തിലും നമുക്ക് അറിയാം, നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി സജീവമായി പ്രവർത്തിക്കുമ്പോഴോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴോ ഒക്കെ നമുക്കറിയാം. കാരണം എനിക്കിത് കൃത്യമായി അറിയാം. ഞാൻ പത്രപ്രവർത്തകയാണെങ്കിലും എൻ്റെ അമ്മ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ എനിക്ക് കൃത്യമായി അറിയാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ പല പ്രവർത്തകരും അവരവരുടെ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരെയൊക്കെ കാണാനും അങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കാനും അവിടേക്ക് സ്ഥാനാർത്ഥി എത്തുമ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോകാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രമമാണോ നടന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്താണ് സുരേഷ് ഗോപി ഒരു വോട്ട് ചോദിക്കാൻ ചെന്നാൽ എന്താണ് തെറ്റ്? അതും ഗോപി ആശാനോട്. സുരേഷ് ഗോപി സാംസ്കാരിക രംഗത്ത് സിനിമയും ഒക്കെയായി സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഗണത്തിൽപ്പെടുന്ന സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന, കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളോട് വോട്ട് ചോദിക്കാൻ അല്ലെങ്കിൽ അനുഗ്രഹം തേടുന്നതിൽ എന്ത് തെറ്റാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അതേതോ സുരേഷ് ഗോപി ഏതോ ക്രിമിനൽ കുറ്റം ചെയ്തതുപോലെ അവതരിപ്പിക്കപ്പെടുകയും അത് പാട്ടാക്കുകയും അതിന് പിന്നാലെ ആ ഗോപിയല്ല ഈ ഗോപി എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനും ഒക്കെയായി ഈ കരയാനിരുന്ന ചില ആൾക്കാരുടെ മുകളിലേക്ക് തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ ചില ആൾക്കാർ രംഗത്തിറങ്ങുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ പത്മ പുരസ്കാരവും ഒക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞ വിഷയമാണ്. പത്മ പുരസ്കാരവും പത്മഭൂഷണും ഒക്കെ ഉള്ള അങ്ങനത്തെ പുരസ്കാരങ്ങളൊക്കെ തന്നെ യഥാർത്ഥ ആൾക്കാരുടെ കൈകളിലേക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കിട്ടുന്നത്. സുന്ദർ മേനോനെയോ അല്ലെ മറ്റേതെങ്കിലും മേനോന്മാരെ പോലെയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ പോലെയോ ഒന്നും പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല ഇതെന്നും, അതുപോലെ തന്നെ ഒരു വോട്ട്, അതായത് കലാമണ്ഡലം ഗോപി ആശാൻ ഒരു വോട്ട് ചെയ്താൽ അതിന് പത്മഭൂഷൺ കിട്ടുമെന്നൊക്കെ പറയാനുള്ള അത്തരത്തിൽ സംസാരിക്കാൻ എങ്ങനെയാണ് ഈ രഘു ഗുരുകൃപയ്ക്ക് കഴിഞ്ഞത്? അത്തരത്തിലൊരു വ്യാജ ആരോപണം ഉയർത്തുന്നത് എന്തിനാണ്? യഥാർത്ഥത്തിൽ ഇത് ചർച്ചയായപ്പോൾ ഏത് ഡോക്ടർ എന്ന് പറയാനില്ലാത്തത് കൊണ്ടോ ആരാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തത് കൊണ്ടോ എന്തൊക്കെയായാലും സഖാവ് രഘു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഇനി സുരേഷ് ഗോപിയെ വളരെ കൃത്യമായി തന്നെ അവിടുത്തെ സഖാക്കന്മാർ പേടിച്ചു. സുരേഷ് ഗോപി ചെന്നിറങ്ങിയപ്പോൾ മുതൽ, ഇനി ചെന്നിറങ്ങുന്നതിന് മുമ്പ്, സുരേഷ് ഗോപി തൃശ്ശൂരെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയ ഘട്ടത്തിൽ മുതൽ സുരേഷ് ഗോപിയെ ഏതൊക്കെ തരത്തിലാണ് ആക്രമിച്ചത്? സുരേഷ് ഗോപിയെ പെൺവിഷയത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. സുരേഷ് ഗോപി ഒരു മേൽമുണ്ടും ഇട്ട് നടന്നു പോയാൽ അത് ബ്രാഹ്മണ്യമാണെന്ന് പറയാൻ ശ്രമിച്ചു. സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ പോകുമ്പോൾ, സുരേഷ് ഗോപി എന്നല്ല, ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആരും ഉടുപ്പിട്ട് പോകാറില്ല. ചിലർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മേൽമുണ്ട് ധരിച്ചു കൊണ്ടുപോകും.
അത് ബ്രാഹ്മണ്യത്തിന്റെ അടയാളമാണ്, തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ പോലും വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി പണ്ടെന്നോ താൻ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ശബരിമലയിലെ വിഗ്രഹത്തിൽ അദ്ദേഹത്തിന് തൊടാനുള്ള അവസരം ഉണ്ടാകണം എന്നുള്ള തരത്തിലുള്ള വാർത്ത പറഞ്ഞതിനെ വളച്ചൊടിച്ചു. അങ്ങനെ സുരേഷ് ഗോപിയെ തൊട്ടതല്ല. സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, സുരേഷ് ഗോപി ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതെല്ലാം ഈ വോട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിശദീകരണം വന്നു, താൻ വോട്ടിന് വേണ്ടിയല്ല, തൃശ്ശൂർ മാത്രമല്ല കേരളം ഒട്ടുക്കുമുള്ളവർക്കെല്ലാം അദ്ദേഹം പല സേവന പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാണ് MV ഗോവിന്ദനോട് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റൊരു വിവാദം. ഒരാൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ഏതോ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആരോ ചെന്ന് തൻ്റെ കുട്ടിക്ക് ചികിത്സ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ MV ഗോവിന്ദനോട് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിവാദം. ഉടനെ തന്നെ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുന്നു. ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണ്. സുരേഷ് ഗോപി ഈ രാജ്യത്തെ സാധാരണക്കാരനായ ഒരു പൗരൻ മാത്രമാണ്. അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയത് കേരളത്തിൽ നിന്നല്ല. അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയപ്പോൾ പോലും അദ്ദേഹത്തിന് കിട്ടിയ മുഴുവൻ തുകയും അദ്ദേഹം പൊതുപ്രവർത്തനത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. ഇനി അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം ചെയ്യുന്നത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന്, അദ്ദേഹം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. അദ്ദേഹം ഏൺ ചെയ്ത വരുമാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് പൈസ തുക ഉണ്ടാക്കി. ആ തുകയിൽ നിന്നാണ് അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്നത്. നമുക്കറിയാം, പിണറായി വിജയന് 2 മക്കളേ ഉള്ളൂ. സുരേഷ് ഗോപിക്ക് 4 മക്കളുണ്ട്. 2 മക്കളുള്ള പിണറായി വിജയൻ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കുമ്പോൾ, മകൾ കമ്പനി ഉണ്ടാക്കുമ്പോൾ, മാസപ്പടി വാങ്ങി കമ്പനി ഉണ്ടാക്കുമ്പോൾ, 4 മക്കളുള്ള സുരേഷ് ഗോപി താൻ അന്വേഷിക്കുന്ന കാശ്, താൻ ഉണ്ടാക്കുന്ന കാശ് ജനങ്ങൾക്ക് നൽകുന്നു. അത് അദ്ദേഹത്തിന്റെ സന്മനസ്സല്ലാതെ ഒന്നും പറയാനില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധി ആയതുപോലും BJPയുടെ ലെവലിൽ BJP രാജ്യസഭയിൽ നയിച്ചത് കൊണ്ടാണ്. അപ്പോഴും അദ്ദേഹം ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയുടെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും അദ്ദേഹം, ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ആരും അറിയാതെ അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന്, അവിടുത്തെ പ്രവർത്തകർ അദ്ദേഹം എവിടെ പോയി എന്ന് പോലും അറിയാതെ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിന് 12 ലക്ഷം രൂപ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയി പണം കൈമാറുക, ആരും അറിയാതെ. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോഴാണ് സുരേഷ് ഗോപി ഇത്രയും അധികം പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട് എന്ന് പോലും ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപിയെ പേടിച്ചിരിക്കുന്ന അന്തം കമ്മികളുടെ പുതിയൊരു നാടകമാണ് ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റുമെന്ന് പറയാതിരിക്കാനേ കഴിയില്ല. ഏതായാലും സുരേഷ് ഗോപിയെ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി ഏതാണ്ടൊക്കെ വിജയം അവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ ഇടത് വലത് കക്ഷികൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത ആരോപണങ്ങളും ഒക്കെയായി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സംശുദ്ധമായ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് ജനങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ഏതായാലും ഈ പിപ്പിടി കാട്ടി സുരേഷ് ഗോപിയെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നൽകുന്ന സൂചനയും.